വരിക്കപ്പിലാവിൻ്റെ കാതൽ കടയാതെ ഉളി കൊണ്ടൊരു കവിത രചിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇത് കന്നി തൂണാണ്. ഈ കന്നിമൂല തൂണിൻ്റെ പീഠഭാഗം ഓമ എന്നറിയപ്പെടുന്നു. അതുമാത്രം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഈർപ്പവും ഈ തൂണിനെ ബാധിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആ പീഠം അത്തരത്തിൽ കൊടുത്തിരിക്കുന്നു. കന്നിത്തൂണിൻ്റെ പീഠം മുതൽ പകുതി ഭാഗം വരെ കൊത്തുപണികളൊന്നുമില്ലാതെ പ്ലെയിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ മുകൾ ഭാഗം കാൽ, വേദികാകാന്ഡം, കുമുദം, പത്മം, നാഗബന്ധം എന്നിവയാൽ അലങ്കൃതമാണ്. തൂണിൻ്റെ മേൽഭാഗത്തായി കാണുന്ന 4 നാഗപത്തികൾ നായിക ശൈലിയുടെ സംഭാവനയാണ്. തൂണിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന ഗോപുര പ്രരൂപങ്ങളും നായിക ശൈലിയിൽ നിന്നും കടം കൊണ്ടതാണ്. പോതികയുടെ 4 അറ്റങ്ങളിലായി കാണപ്പെടുന്ന വാഴക്കൂമ്പുകൾ പത്മനാഭപുരത്തിന് സ്വന്തമാണ്. അതായത് പത്മനാഭപുരത്തെ ശില്പികളുടെ സംഭാവനയാണ്. വാഴക്കൂമ്പിൻ്റെ മേലറ്റത്തുള്ള 4 കുടുക്കുകളും അവയ്ക്കുള്ളിൽ സ്വച്ഛമായി വട്ടം കറങ്ങുന്ന ഒറ്റത്തടിയിൽ തീർത്ത മരവളകളും കോലത്ത് നാടിൻ്റെ സംഭാവനയാണ്. മരവളകളിൽ 3 എണ്ണവും സന്ദർശകരുടെ ദുരുപയോഗത്താൽ നഷ്ടപ്പെട്ടുപോയി എന്ന് കേരളത്തിലെ ദാരുശില്പങ്ങൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ MG ശശിഭൂഷൺ വളരെ മനോഹരമായി വിവരിക്കുന്നു. പത്മനാഭപുരം കൊട്ടാര സമുച്ചയത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ ഏറ്റവും പഴക്കമുള്ള കൊട്ടാരം ഏതാണെന്ന് ചോദിച്ചാൽ തായ് കൊട്ടാരമാണ്. തായ് കൊട്ടാരം ദർഭക്കുളങ്ങര കൊട്ടാരം എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. അതിന് മുമ്പിലൊരു കുളമുണ്ട്. ആ ദർഭക്കുളങ്ങര കൊട്ടാരം എന്ന പേരുള്ള ആ മനോഹരമായ 4 കെട്ട് മാളിക ഇപ്പോഴും നമുക്കവിടെ കാണാൻ സാധിക്കും. പുരാവസ്തു വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ കൊട്ടാരം അതിമനോഹരമായി അതിഗൗരവമായി അവർ സംരക്ഷിച്ചിരിക്കുന്നുണ്ട്. കന്നിത്തൂണ് അന്നത്തെ തദ്ദേശീയരായിട്ടുള്ള വിശ്വകർമ്മചരുടെ കലാവൈഭവത്തിൻ്റെ ഉദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു. വലിപ്പം കൊണ്ടും കൊത്തുപണികളാലുള്ള വ്യത്യസ്തത കൊണ്ടുമൊക്കെ ആ തൂണ് ശ്രദ്ധേയമാണ്. വലിയ നീരാഴിക്കര കോയിക്കൽ, ദർഭക്കുളങ്ങര കോയിക്കൽ എന്നും തായ് കൊട്ടാരത്തിന് പേരുണ്ട്. തായ് കൊട്ടാരം നിർമ്മിച്ചത് 16-ാം നൂറ്റാണ്ടിൽ വേണാട് ഭരണാധികാരിയായിരുന്ന രവിവർമ്മ കുലശേഖര പെരുമാളാണ്. ഈ കൊട്ടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് വലിയ ഒരു കുളമുണ്ട്. അതാണ് ദർഭക്കുളം. തായ് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം തെക്കേ മൂലയിലുള്ള ഒരു വാതിലാണ്. ഈ വാതിലിലൂടെ നമ്മൾ അകത്തേക്ക് കടക്കുമ്പോഴെത്തുന്നത് ഏകാന്ത മണ്ഡപത്തിലാണ്. ഏകാന്ത മണ്ഡപം എന്ന ഈ കന്നിമൂല തളത്തിൽ മാർത്താണ്ഡവർമ്മ ധ്യാനത്തിലിരിക്കാറുണ്ടായിരുന്നു. പൊതുവെ ഈ കന്നിമൂലത്തളം മതപരമായ ചടങ്ങുകൾക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മണ്ഡലകാലത്ത് കളമെഴുത്തും പാട്ടും നടത്തിയിരുന്നത് ഇവിടെയാണ്. ഭഗവതിക്കും അയ്യപ്പനും പ്രത്യേകം കളങ്ങൾ വരച്ചിരുന്നു. തായ് കൊട്ടാരത്തിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള വില്ലഴികൾ അതിൻ്റെ ഉൾഭാഗം നമുക്ക് ഈ വിശാലമായ വരാന്തയിലൂടെ നടക്കുമ്പോൾ കാണാം. ചുറ്റോടു ചുറ്റുമുള്ള ഈ വരാന്ത താഴെ നിലയിലും മുകൾ നിലയിലുമുണ്ട്. രാമായണവും മറ്റ് ഗ്രന്ഥങ്ങളും സൂക്ഷിക്കാനുള്ള ഇടം സംഭാരപ്പടി എന്നറിയുന്നു. ഇത് കിഴക്കേ ചുവരിൽ ചെറിയ ഒരു അറ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിഗംഭീരമാണ് ഇവിടുത്തെ പൂമച്ച്. തായ് കൊട്ടാരത്തിലെ ഏറ്റവും ആകർഷകമായ ഘടകങ്ങളിലൊന്നാണ് ഈ പൂമച്ച്. താങ്ങ് തടികൾക്ക് മുകളിൽ ഉറപ്പിച്ചതും കൊത്തുപണികൾ നിറഞ്ഞതുമായ 32 കൈതക്കൂമ്പുകളും 32 താങ്ങു കുമിളകളും മറ്റെവിടെയും കാണാൻ കഴിയാത്ത ശില്പാലങ്കാരങ്ങളാണ്. 28 ചെറിയ താമരപ്പൂക്കളും 38 വലിയ താമരപ്പൂക്കളും 63 കുമിളകളും ചേർന്നതാണ് ഈ പൂമച്ച്. ഉത്തരങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്ന പട്ടികകൾ ലതാവല്ലരികളാലും വ്യാളികളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഏകാന്ത മണ്ഡപത്തിൽ നിന്നും നേരെ 4 കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാം. ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു 4 കെട്ട് മാളികയാണ്. ഈ വിശാലമായ നടുമുറ്റത്തിന് ചുറ്റുമായി 9 മുറികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കല്ലുകൊണ്ടുള്ള തൂണുകളാണ് നടുമുറ്റത്തുള്ളത്. അതോടൊപ്പം തന്നെ നടുമുറ്റത്തും വശങ്ങളിലുമൊക്കെ കരിങ്കൽ പാളികളാണ് പാകിയിരിക്കുന്നത്. ഇതിന് ചുറ്റും പല വാതിലുകൾ കാണാമെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ട്രാപ്പ് ഡോറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഞാനും അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ വീഡിയോയിൽ പകർത്താൻ വിട്ടുപോയി. ഈ കവാടം ഒരു തുരങ്ക പാതയിലേക്ക് നയിക്കുന്നു. എന്നാൽ ആ തുരങ്ക പാതയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അധികം അകലെയല്ലാത്ത ചാരോട്ട് കൊട്ടാരത്തിലേക്കുള്ള രഹസ്യമാർഗമായിരുന്നു അത്. കൊട്ടാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാൽ കൊട്ടാരത്തിലെ അംഗങ്ങൾക്കും മഹാരാജാവിനുമൊക്കെ രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു അത്. എന്നാൽ ചാരോട്ട് കൊട്ടാരം ഇപ്പോഴില്ല.
മിനുമിനുത്ത ഇരുണ്ട തറയിലൂടെ കാല് വെച്ച് നടക്കുമ്പോൾ ഒരു തണുപ്പ് നമ്മുടെ നെറുകയിലേക്ക് എത്തും. ആ തണുപ്പും ആസ്വദിച്ച് ചുറ്റോട് ചുറ്റുമുള്ള വരാന്തയിലൂടെ നടന്ന് നമുക്ക് മുകൾ നിലയിലേക്ക് എത്താം. ഇടുങ്ങിയ ഒരു കോണി വഴി വേണം മുകൾ നിലയിലേക്ക് എത്താൻ. കുത്തനെയുള്ള ആ കോണിപ്പടികൾ കയറുന്നതിനായിട്ട് 2 വശങ്ങളിലും കൈപിടികൾ കൊടുത്തിട്ടുണ്ട്. മുകൾ നിലയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ ചെറുതെങ്കിലും പഴക്കം ചെന്ന തായ്ക്കൊട്ടാരം ഒരു വാസ്തുശില്പ വിസ്മയമാണ് എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറയും. താവഴികളിലെ സ്ത്രീകൾ പത്മനാഭപുരത്ത് എത്തുമ്പോൾ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ കഴിയുന്ന ഇരിപ്പിടങ്ങൾ ചാരുപടിയോട് ചേർന്ന് കാണുന്നത് കൂടുതൽ കൗതുകരമാണ്. ഓരോ കൊട്ടാരങ്ങളിലും കയറി നമ്മളിങ്ങനെ ഉള്ളിലൂടെ നടക്കുമ്പോൾ പൊതുവേ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ട്. ഇതെങ്ങോട്ടാണ് ചെല്ലുന്നത്, എവിടെയാണ് പോകുന്നതെന്നൊക്കെ. ഗൈഡുകൾ കൃത്യമായിട്ടൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും എല്ലാവരോടും എത്താൻ അവർക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കൊട്ടാരങ്ങളുടെ പേരൊക്കെ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് അത് ഇന്ന കൊട്ടാരമായിരുന്നു, അത് ഇന്ന ഭാഗത്തൂടെയാണ് നമ്മൾ പോയത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് വരിക. പലയിടത്തും ദിശാസൂചകമായിട്ട് അല്ലെങ്കിൽ ഏത് വഴിയെയാണ് പോകേണ്ടത് എന്നുള്ള ആരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു ഈ തായ് കൊട്ടാരവും കന്നിമൂല തളവുമെങ്കിൽ തൃപ്പടിദാനത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ പാർത്തിരുന്നത് ഉപ്പരിക മാളികയിലായിരുന്നു. അതോടെ തായ് കൊട്ടാരത്തിലെ കന്നിമൂല തളത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാൻ തുടങ്ങി. തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറിയതോടെ പത്മനാഭപുരവും അവഗണനയിലായി. ഇപ്പോഴിത് കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. ഇടുങ്ങിയ ഈ ഇടനാഴിയിലൂടെ വിശാലമായ സാമ്രാജ്യത്തിനുടമയായ മഹാരാജാക്കന്മാർ സഞ്ചരിച്ചിരുന്നു. ആ മഹാരാജാക്കന്മാർക്കിടയിൽ സൂര്യശോഭയുടെ ഒരു പേരുണ്ട്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവെന്ന നിലയിലും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സൈന്യത്തെ പലതവണ പരാജയപ്പെടുത്തിയ കരുത്തനായ നാട്ടുരാജാവെന്ന നിലയിലും മാർത്താണ്ഡവർമ്മയെ ചരിത്രം വാഴ്ത്തുന്നു. ഉദയഗിരി, പത്മനാഭപുരം, വട്ടക്കോട്ട തുടങ്ങിയ കോട്ടകളും 2 നെടുങ്കോട്ടകളും മാർത്താണ്ഡവർമ്മ എന്ന സൈനിക തന്ത്രജ്ഞന്റെ സ്മാരകങ്ങളായിരുന്നു. നിലവിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ ഉടച്ചു വാർത്തതാണ് മാർത്താണ്ഡവർമ്മ എന്ന ഭരണാധികാരിയുടെ പ്രധാന സംഭാവന. എല്ലാത്തിനും സാക്ഷിയായി പത്മനാഭപുരം കൊട്ടാരം ഇന്നും നിലകൊള്ളുന്നു.